അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും തിരുവനന്തപുരം ലോ അക്കാദമിയിലെ സമരവസന്തം തീരാത്തത് എന്തുകൊണ്ട്? ആര്യ, എന്തുകൊണ്ടാണ് സമരം പിൻവലിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാകാത്തത്? താങ്കൾ വിദ്യാർത്ഥി ഐക്യത്തിന്റെ ഒരു പ്രതിനിധിയാണല്ലോ ക്യാമ്പസിലെ. ഇന്ന് രണ്ട് തരത്തിലുള്ള അന്വേഷണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്ന്, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു. അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ പരാതിയിൽ അന്വേഷണം വേണമെന്ന്. അതോടൊപ്പം തന്നെയാണ് സിൻഡിക്കേറ്റിന്റെ ഉപസമിതിയും അന്വേഷണം നടത്താൻ പോകുന്നത്. ഉപസമിതി അധികം വൈകാതെ തന്നെ റിപ്പോർട്ടും നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെയും എന്തുകൊണ്ട് സമരം നിർത്താൻ വിദ്യാർത്ഥികൾ തയ്യാറാകുന്നില്ല? ഞങ്ങളുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് അന്വേഷണം, തീർച്ചയായിട്ടും അന്വേഷണം ഞങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് വളരെ ചെറുതാക്കി കാണിക്കാനാണ് മാനേജ്മെൻ്റ് ആയാലും പ്രിൻസിപ്പൾ ആയാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പെൺകുട്ടികൾക്കും അതെ ആൺകുട്ടികൾക്കും അതെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെ ഒരു പാർട്ടി ഭേദമില്ലാതെ SFIയും KSU MSF ASF എല്ലാ ABVP ഉൾപ്പെടെ എല്ലാ പാർട്ടികളും ഒരുമിച്ചാണ് ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. കൂടാതെ 150 പെൺകുട്ടികളോളം റോഡ് സൈഡിലിരുന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. ഇന്ന് സമരത്തിന് 11ാം ദിവസമാണ്. എന്നിട്ടും ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഇഫക്റ്റീവായിട്ട് ഞങ്ങളുടെ ഇടയ്ക്ക് ഇടപെടാനോ ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുവാണെന്ന് അറിയാനോ ശ്രമിച്ചിട്ടില്ല. പെൺകുട്ടികളും ആൺകുട്ടികളായാലും ഇവിടെ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഏറ്റവും അധികം എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നങ്ങൾ അഫക്റ്റ് ചെയ്യുന്നത് പെൺകുട്ടികളെ തന്നെയാണ്. മാനസികമായി പീഡിപ്പിക്കുക, പെൺകുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പളായ ഡോക്ടർ ലക്ഷ്മി നായർ മാഡത്തിന് ഒരു വിനോദമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് പെൺകുട്ടികളെ ഇവിടെ പല തട്ടിലായിട്ടാണ് കുട്ടികളെ ക്രമീകരിക്കാറുള്ളത്. ചിലപ്പോൾ അത് സൗന്ദര്യത്തിൻ്റെ പേരിലായിരിക്കാം, ചിലപ്പോൾ പണത്തിൻ്റെ പേരിലായിരിക്കാം, ജാതിയുടെ പേരിലായിരിക്കാം. അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ മാമിന് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഒരു രീതിയും ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് വേറൊരു രീതിയിലുമാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും പരിഗണിക്കാറുള്ളത്. അതായത് ഇൻറ്റേർണൽ മാർക്കിൻ്റെ കാര്യത്തിൽ തന്നെയായാലും മാമിന് ഇഷ്ടമുള്ള കുട്ടികൾക്ക് വ്യക്തമായി മാം കൂടുതൽ ഇൻറ്റേർണൽ മാർക്ക് കൊടുത്ത് അവരെ ജയിപ്പിക്കാറുണ്ട്. ഇൻറ്റേർണൽ മാർക്ക് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമാണ്. അതായത് ഇൻറ്റേർണൽ മാർക്ക് ഞങ്ങൾക്ക് അവസാന 3 സെമസ്റ്ററുകളിലായിട്ട് 300 മാർക്ക് ഞങ്ങളുടെ കോളേജ് അതോറിറ്റിയാണ് ഞങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്ക് തരേണ്ടത്. കൂടാതെ ഓരോ പേപ്പറിനും 20 മാർക്ക് വീതം. ഈ മാർക്ക് കിട്ടിയാൽ മാത്രമേ വ്യക്തമായി ഞങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ 180ഓളം കുട്ടികൾ പരീക്ഷ എഴുതുന്ന സ്ഥലത്ത് ഞങ്ങൾ പാസ്സാകുന്നത് വളരെ 19ഓ 20ഓ കുട്ടികൾ മാത്രമാണ് എല്ലാ വിഷയങ്ങൾക്കും പാസ്സാകാറുള്ളത്. അപ്പോൾ ഇത്രത്തോളം ബുദ്ധിമുട്ട് ഞങ്ങൾ പരീക്ഷ എഴുതി പാസ്സാകുമ്പോൾ ഇൻറ്റേർണൽ മാർക്ക് കുറയ്ക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എൻ്റെ മുന്നിൽ വെച്ച് ഞാൻ അതിനൊരു വിക്ടിമാണ്. എൻ്റെ മുന്നിൽ വെച്ച് ഞാൻ എൻ്റെ ഒരു ഇൻറ്റേർണൽ പേപ്പറിന് മാർക്ക് കുറഞ്ഞപ്പോൾ ബാക്കി എല്ലാ സബ്ജക്റ്റിനും ഞാൻ ജയിച്ചു നല്ല മാർക്കോടെ പാസ്സായി, എനിക്ക് ഒരു ഇൻറ്റേർണൽ മാർക്കിൻ്റെ മാർക്ക് കുറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാൻ ചെന്നപ്പോൾ മാം വ്യക്തമായി എന്നോട് പറഞ്ഞതാണ്, എൻ്റെ മുന്നിൽ ഒരു രജിസ്റ്റർ ഞാൻ വെച്ചിട്ടുണ്ട്, ആ രജിസ്റ്ററിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫോട്ടോകൾ ഒട്ടിച്ച രജിസ്റ്ററാണത്. ആ ഫോട്ടോകൾ ഒട്ടിച്ച രജിസ്റ്ററിൽ നോക്കി എനിക്ക് തോന്നിയതുപോലെ ഞാൻ നിങ്ങൾക്ക് മാർക്ക് തരുള്ളൂ, അതൊന്നും ചോദിക്കാൻ ഇവിടെ ആരുമില്ല, എൻ്റെ കോളേജ് എൻ്റെ അതോറിറ്റി ഇവിടെ ചോദിക്കാൻ ആരുമില്ലെന്ന് എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ഈ ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശരിയാണ്. എല്ലാ സ്വാശ്രയ കോളേജുകളും നേരിടുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഇക്കാര്യം. ഈ ഇന്റേണൽ മാർക്കുകളുടെ പ്രശ്നം എല്ലാ ക്യാമ്പസുകളിലും ഉള്ളതാണ്. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഈ പരാതി കേൾക്കാൻ, ഇന്റേണൽ മാർക്കിന്റെ പേരിൽ നിങ്ങൾക്കുണ്ടാകുന്ന പീഡനം, ഈ പരാതി കേൾക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഉപസമിതിയെ വയ്ക്കുവാൻ സിൻഡിക്കേറ്റ് ഇന്ന് തീരുമാനമെടുത്തത്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് മന്ത്രിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തരല്ല? ഇവരുടെ മുന്നിൽ തങ്ങളുടെ പരാതികൾ അറിയിക്കുവാൻ എന്തിന് വിദ്യാർത്ഥികൾ മടി കാണിക്കാൻ പോകുന്നു? അത് പറ്റില്ല. ഇങ്ങനെ ഒരു സമിതിയുടെ അന്വേഷണം നടക്കുന്നതിന് മുൻപ് തന്നെ പ്രിൻസിപ്പാളിനെ മാറ്റണം എന്ന ആവശ്യം എന്തുകൊണ്ട്? അതായത് ഇന്റേണൽ മാർക്ക് നൽകുന്ന പ്രശ്നം മാത്രമല്ല ഞങ്ങൾക്കുള്ളത്. പെൺകുട്ടികൾ ഇവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഹോസ്റ്റലേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ. അതായത് പെൺകുട്ടികളെ ഒട്ടും മാന്യമല്ലാത്ത രീതിയിൽ ചിത്രീകരിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളുടെ പ്രിൻസിപ്പളിൻ്റെ ഒരു വിനോദം തന്നെയാണ്. അത് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ കോളേജുകളിലേക്ക് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് ഒരു കോള് വരാറുണ്ട്. മിക്ക ദിവസങ്ങളും ഒരു ഷട്ടിൽ സർവീസ് പോലാണ്. ഓരോ ദിവസവും ഓരോ പെൺകുട്ടികളെ വിളിക്കുക, അസഭ്യം പറയുക തുടങ്ങിയത്. ഇതിനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് വളരെ കേട്ടാൽ നമുക്ക് തോന്നും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലുള്ള കാര്യങ്ങളാണ്. ഒരു ദിവസം കോളേജിൽ നല്ലൊരു വസ്ത്രം ഇട്ടുകൊണ്ട് ചെന്നാൽ, ഒരുങ്ങി നല്ല ഭംഗിയായിട്ട് ഒരു പെൺകുട്ടി ചെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം അവരുടെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് മാം പറയുന്നത്, ഇത് ഏതാണിനെ കാണിക്കാനാണ് നീ ഈ വസ്ത്രം ധരിച്ചിട്ട് വന്നത്, ഏതാണിനെ വശീകരിക്കാനാണ് നീ വന്നിരിക്കുന്നതെന്നാണ്. കൂടാതെ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കാനോ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമുക്ക് ഫേസ്ബുക്കിലൂടെ ആയാലും വാട്സാപ്പിലൂടെ ആയാലും ഷെയർ ചെയ്യാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യവും ഇല്ല. ഞങ്ങൾ
അതിന് വലിയ ഒരു ഉദാഹരണമുണ്ട്. എൻ്റെ സെയിം ഹോസ്റ്റലിൽ തന്നെയുള്ളൊരു വിദ്യാർത്ഥിനി ഫസ്റ്റ് ഇയർ വന്നപ്പോഴത്തേക്കും ഒരു പാർട്ടിക്കാരനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ പേരിൽ അവളെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തുകയും ഇഷ്ടം പോലെ അസഭ്യം പറയുകയും ചെയ്തു. അസഭ്യം പറയുക എന്ന് പറയുന്നത് കേട്ടാൽ സിനിമകളിലൊക്കെ ബീപ്പ് സൗണ്ട് കേൾപ്പിക്കുന്ന പോലുള്ള അസഭ്യങ്ങളാണ് ഞങ്ങളെ അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചിട്ടില്ലല്ലോ. വിദ്യാർത്ഥി രാഷ്ട്രീയം അനുവദിച്ചിട്ടുള്ള ഒരു ക്യാമ്പസാണ്. സാധാരണ സ്വാശ്രയ കോളേജുകളിൽ ഇല്ലാത്ത ഒരു കാര്യം അവിടെയുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് അവിടെ വിലക്കില്ല. ഇക്കാര്യം ലക്ഷ്മി നായർ എടുത്തു പറഞ്ഞിട്ടുമുണ്ട് വിദ്യാർത്ഥികൾക്ക് നൽകിയ തുറന്ന കത്തിൽ. വിദ്യാർത്ഥികൾക്ക് നൽകിയ തുറന്ന കത്തിൽ മാം പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. ഇവിടെ ഒരു വിലക്കുമില്ല. പക്ഷേ വിലക്കുള്ളത് രണ്ട് കൂട്ടർക്കാണ്. ഒന്ന് മൂട്ടേഴ്സിനും ഒന്ന് ലേഡീസ് ഹോസ്റ്റലിലെ കുട്ടികൾക്കും. ലേഡീസ് ഹോസ്റ്റലിലെ കുട്ടികൾക്ക് യാതൊരുവിധ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവകാശവും ഇല്ല. പാർട്ടിയിൽ അവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർ ആൺകുട്ടികളുമായി പല ബന്ധങ്ങൾ മാം തന്നെ രൂപീകരിച്ചു കൊടുക്കും. അവർക്ക് പല അവിഹിതങ്ങളുണ്ടാവും. പിന്നീട് പെൺകുട്ടികളെ അവരുടെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പിന്നെ വഴിതിരിയും. പക്ഷേ ആര്യ, എന്തുകൊണ്ടാണ് ഈ പരാതികളൊക്കെ ഇപ്പോഴത്തെ അന്വേഷണ സമിതിക്ക് മുന്നിൽ ഉന്നയിക്കുവാൻ നിങ്ങൾ തയ്യാറാകാതെ വരുന്നത്? ഞങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാണ്. അന്വേഷണം നേരിടാൻ തന്നെയാണ് ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ അന്വേഷണ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷമേ ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ. എന്തായാലും തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ തുടങ്ങുവാൻ തന്നെയാണല്ലോ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതെ, ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഇപ്പോൾ പിന്മാറാൻ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടത് പ്രിൻസിപ്പലിൻ്റെ രാജിയാണ്. കാരണം നിങ്ങളൊന്ന് ഓർക്കണം, ഇത്രത്തോളം കുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുകയും പെൺകുട്ടികളെ ഇത്രത്തോളം അസഭ്യം പറയുകയും താഴ്ന്ന രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രിൻസിപ്പൾ തുടരുകയും ഇത്രത്തോളം ഇന്റേണൽ മാർക്ക് കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പം ഈ പ്രിൻസിപ്പൾ തുടർന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇന്റേണൽ മാർക്കുകൾ വളരെ വ്യക്തമായിട്ട് വെട്ടിക്കുറയ്ക്കാനുള്ള അധികാരം അവർക്ക് ഭയപ്പെടുകയാണ്. പ്രിൻസിപ്പാളിനെ ഭയപ്പെടുകയാണ്. ഇത്തരം വലിയൊരു സമരം അവിടെ നടത്തിയ സ്ഥിതിക്ക് ഇന്റേണൽ മാർക്കിന്റെ പേരിലുള്ള പീഡനം തുടരുമെന്ന് ഭയപ്പെടുന്നു. ക്രിസ്ത്യൻ, ഒരു കാര്യം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, VD സതീശൻ അവിടെ സന്ദർശിച്ചിരുന്നു അല്ലേ? സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യവും ഈ ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ രാജിവെക്കണമെന്ന ആവശ്യമല്ലല്ലോ, തൽക്കാലം ഒന്ന് മാറി നിൽക്കട്ടെ, അതിനപ്പുറമൊന്നും കോൺഗ്രസ് നേതൃത്വത്തിനും ഇല്ല. ഈ സമരത്തിൽ ഇടപെട്ടുകൊണ്ട് അവരും അങ്ങനെ പറയുന്നില്ല. KSU പക്ഷേ അവിടെ ഉറച്ച നിലപാടിലാണോ ഈ പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ രാജിവെക്കാതെ ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന്? ഈ രണ്ട് അന്വേഷണങ്ങളെയും KSU സ്വാഗതം ചെയ്യുന്നില്ല എന്നാണോ? അല്ല, അന്വേഷണങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കണം. കാരണം ഞാൻ ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞു ഇവിടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമുള്ളൊരു ക്യാമ്പസാണെന്ന്. ഞാനിവിടെ 5 വർഷമായിട്ട് ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയാണ്, ഒരു ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. അപ്പം ഇവിടുത്തെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായൊരു അറിവുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കണമെന്നാണ് മാഡം ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് അങ്ങനെയാണ് നടന്നു വന്നിരുന്നത്. ഞാൻ പറയാം, കഴിഞ്ഞ വർഷം വരെ ഇതിങ്ങനെയാണ് നടന്നു വന്നിരുന്നത്. പക്ഷേ അതെല്ലാ പാർട്ടികളും, ഞാൻ KSU ആണെങ്കിലും SFI ആണെങ്കിലും ABP ആണെങ്കിലും അതിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യത്തെ 2 വർഷങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ വന്നിട്ടുള്ള ആദ്യത്തെ 2 വർഷങ്ങളിൽ അങ്ങനെ ആണെങ്കിൽ പോലും ഇതൊരു ക്യാമ്പസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ശരിക്കും ഒരു ക്യാമ്പസ് ആയിരുന്നു ആദ്യത്തെ 2 വർഷം. പക്ഷേ അതിനുശേഷം വന്ന ഞങ്ങളുടെ നേതാക്കന്മാർ, അതിപ്പം ഏത് പാർട്ടിക്കാരായിട്ട് ഏത് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരായ അവരുടെ പിഴവിൽ നിന്നാണ് ഈ സാഹചര്യത്തിൽ എത്തിപ്പെട്ടത്. പിന്നെ KSUക്കാരുടെ കാര്യം ഞാൻ പറയാം. ഇവിടെ ഈ കോളേജിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ KSUക്കാരാണ്. അതിന് പ്രത്യേകിച്ച് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നമുക്കറിയാം, ഈ UDF മാഡം തന്നെ പറഞ്ഞിട്ട് ഉള്ള കാരണങ്ങളാണ്. ഒന്ന്, ഈ UDF സർക്കാരിൻ്റെ കാലത്താണ് നിങ്ങൾക്കറിയാം 50ഓളം വർഷമായിട്ടൊരു സ്വാശ്രയ ലോ കോളേജ് ഉണ്ടായിട്ട് പോലും രണ്ടാമതൊരു ലോ കോളേജ് വരാൻ വേണ്ടി ഞങ്ങളുടെ ഇത്തവണത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് അത് സംഭവിച്ചത്. അത് മാത്രമല്ല, രണ്ടാമത്തെ വേറൊരു കാര്യം, ഈ സർക്കാരിൻ്റെ അവസാന കാലത്താണ് ഒരു എയ്ഡഡ് ആക്കാനുള്ള, ഞങ്ങളുടെ കോളേജ് എയ്ഡഡ് ആക്കാനുള്ള ശ്രമം നടത്തി. ഇത് രണ്ടും പരാജയപ്പെട്ടു. ഇതിനോടുള്ള ദേഷ്യം മൊത്തം ഇവിടുത്തെ KSUക്കാരോടാണ് മാഡം തീർക്കുന്നത്. അതിനുള്ള ഉദാഹരണങ്ങൾ ഞാൻ പറയാം. കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയ്ക്ക് ഞാൻ പറയാം 21ഓളം വിദ്യാർത്ഥികൾ ഇയറൗട്ടാകുകയും 6ഓളം വിദ്യാർത്ഥികൾ പഠിത്തം നിർത്തി പോവുകയും ചെയ്യും. അതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും KSUക്കാരാണ്. ഇത് ഞങ്ങൾ പല വേദികളിലും ഉയർത്തിയിട്ടുണ്ട്. ഞാൻ പറയാം, എന്നിട്ട് പോലും ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് പോലും എന്തുകൊണ്ട് ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല? പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ശരിയാണ്, കത്ത് നൽകുകയുണ്ടായി, അദ്ദേഹം പ്രസ്താവനയും ഇറക്കിയതാണ്. പക്ഷേ എങ്കിലും നിങ്ങൾ പറയുന്നത് പോലെ ഈ പ്രിൻസിപ്പാളിന്റെ രാജി അവരൊന്നും ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ പ്രശ്നം പരിഹരിക്കും എന്ന പ്രതീക്ഷ ആസ്ഥാനത്തുള്ള ഒരു കാര്യം തന്നെയല്ലേ? എങ്ങനെ പ്രിൻസിപ്പാളിനെ രാജിവെപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുവാൻ ഇപ്പോഴത്തെ സർക്കാരിന് കഴിയും? ഒരു പ്രൈവറ്റ് കോളേജിൽ അങ്ങനെ ഒരു ഇടപെടൽ സാധ്യമാണോ? അല്ല, ഇതൊരു പ്രൈവറ്റ് കോളേജ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഒരു പ്രൈവറ്റ് കോളേജിനും ഗവൺമെൻറ് സൗജന്യമായിട്ട് ഭൂമി നൽകിയിട്ടുണ്ടെന്ന്. എനിക്കറിയില്ല അങ്ങനെ ഒരു ചരിത്രമുണ്ടെന്ന്. കാരണം എൻ്റെ കോളേജിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ അറിയുള്ളൂ, ബാക്കിയുള്ള ചരിത്രങ്ങളൊന്നും അറിയില്ല.
ഇത് ലോ അക്കാഡമിയുടെ ഭൂമി എന്ന് പറയുന്നത് 12 ഏക്കറോളം ഭൂമി ഗവൺമെൻറ് സൗജന്യമായിട്ട് നൽകിയിട്ടുള്ളതാണ്. അതിന് കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ ഈ വിഷയം പല നേതാക്കന്മാരെയും പല തവണയായിട്ട് അറിയിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെ പല വിധത്തിൽ അവർ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം മാഡം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാരെ കൊണ്ട് വിളിപ്പിക്കും. ഇപ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി സാറ് തൊട്ട് ഷാഫി പറമ്പിൽ വരെയുള്ള നേതാക്കന്മാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പല നേതാക്കന്മാർ, ഉമ്മൻചാണ്ടി സാറ്, ഷാഫി പറമ്പിൽ, PC വിശ്വനാഥ്, രമേശ് ചെന്നിത്തല സാറ്, അതുപോലെ തന്നെ പല നേതാക്കന്മാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. അതുപോലെ VM സുധീരൻ സാറൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അപ്പം അവർ ചെയ്യുന്നത് ഫോൺ വിളിക്കുകയാണ് ചെയ്യുക, മാഡത്തിനെ ഫോൺ വിളിക്കും. അപ്പം മാഡം പറയും എനിക്ക് ഇവിടുത്തെ വിഷയങ്ങളൊന്നും അറിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കാം. അതിനുശേഷം ഞാനിപ്പം മാഡത്തിൻ്റെ ഓഫീസിലേക്ക് കടന്ന് ചെല്ലുകയാണെങ്കിൽ മാഡം പറയുന്ന കാര്യം, ഇത് ഉമ്മൻചാണ്ടിയുടെ കോളേജല്ല, ഇത് VM സുധീരൻ്റെ കോളേജല്ല, ഇത് രമേശ് ചെന്നിത്തലയുടെ കോളേജല്ല, ഇത് എൻ്റെ കോളേജാണ്. ഇക്കാര്യം ഇവിടുത്തെ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നമുണ്ടായപ്പോൾ എനിക്ക് 100% ഉറപ്പാണ് കോൺഗ്രസ് നേതൃത്വം ഞങ്ങളോടൊപ്പമാണെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാരണം അതിൻ്റെ രീതിയിലുള്ള വലിയ സപ്പോർട്ട് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ സമരം ഇത്ര എത്തില്ലായിരുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഞങ്ങൾ 11 ദിവസത്തോളം സമരം ചെയ്തു. ഞങ്ങൾക്ക് കുറേ സ്ട്രഗിൾസ് വേണ്ടി വന്നു. കാരണം സമരം തുടങ്ങിയിട്ട് 7-ാം ദിവസമാണ് ആദ്യമായിട്ട് ഞങ്ങളെ പെൺകുട്ടികളെ എത്തിക്കാൻ പറ്റിയത്. കാരണം ഞാൻ പറയാം, സത്യസന്ധത തുറന്ന് പറയാലോ, എനിക്ക് വരെ എന്ന് വെച്ചാൽ ഞാൻ പറയാം, ലോ അക്കാഡമിയുടെ 50 വർഷത്തെ ചരിത്രത്തിൽ ഇതുവരെ ഒരു വ്യക്തി പോലും ഇതുവരെ മാനേജ്മെൻറ്റിനെതിരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അറിയാം അവരുടെ സ്വാധീനം എന്താണ്, അവരുടെ എത്രത്തോളം വലുതാണ് അവരുടെ സ്വാധീനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിനുള്ള ധൈര്യം കാണിക്കാൻ എന്നെ പ്രേരിപ്പിച്ച കുറച്ച് ഘടകങ്ങളുണ്ട്. കാരണം ഞാനിവിടെ കഴിഞ്ഞ വർഷത്തെ കാര്യം പറഞ്ഞു. ഞാൻ പറയാം, ഒരു സംഘർഷം ഉണ്ടായി കോളേജിൽ. ആ സംഘർഷം SFIയും KSയും തമ്മിലുള്ള സംഘർഷം ഉണ്ടായി. ആ സംഘർഷം മാഡം മനഃപൂർവ്വം ഉണ്ടാക്കിയത് തന്നെയാണ്. കാരണം അത് രമ്യമായി പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നു. മാഡം മനഃപൂർവ്വം ഉണ്ടാക്കിയ സംഘർഷമായിരുന്നു. കാരണം ഇത്രയും കാലഘട്ടത്തിൽ ലോ അക്കാഡമിയിലുണ്ടായ എല്ലാ സംഘർഷങ്ങളും മാഡം പ്രീപ്ലാൻ ചെയ്ത സംഘർഷങ്ങളായിരുന്നു. അതിൻ്റെ പേരിൽ KSUക്കാരെ മാത്രം തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന രീതി ഉണ്ടായി. കാരണം ഞാൻ പറയാം, 15ഓളം KSU പ്രവർത്തകർക്കാണ് ഇന്ന് മെമ്മോ കൊടുത്തത്. മെമ്മോ കൊടുത്തതിന് ശേഷം മാഡം ചെയ്തത് അധ്യാപകരെ കൊണ്ടടക്കം കള്ളസാക്ഷി എഴുതിപ്പിച്ച് വിദ്യാർത്ഥികളടക്കം, ആ വിദ്യാർത്ഥികളൊക്കെ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ കള്ളസാക്ഷി പറഞ്ഞ വിദ്യാർത്ഥികളൊക്കെ ഇന്ന് എന്നോട് പലരും വന്ന് തുറന്നു പറഞ്ഞു. നിവൃത്തികേടുകൊണ്ടാണ് ഞാനത് ഇത് കള്ളസാക്ഷി എനിക്ക് പറയേണ്ടി വന്നത്. അതിനുശേഷം ഞാൻ പറയാം, ഞങ്ങളുടെ ക്ലാസ്സിൽ, ഞാൻ ഫൈനൽ ഇയർ വിദ്യാർത്ഥി, ഞങ്ങളുടെ ക്ലാസ്സിൽ സജീവ KSU പ്രവർത്തകർ എന്ന് പറയുന്ന 8ഓളം ആൺകുട്ടികളുണ്ടായിരുന്നു. അതിൽ 3 പേരെ മാഡം ഇയറൗട്ടാക്കി, പിന്നെ ബാക്കിയുള്ളവരെ സൈലൻ്റ് ആക്കി. അപ്പം ഞാനൊരു അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് KSUവിന് വേണ്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ ഒരാളാണ്. കാരണം ഞാനൊരു തികഞ്ഞൊരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി കലാലയത്തിൽ എത്തിയ ആളാണ്. അപ്പം വളരെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ ഇവിടെ എത്തിയ ഒരാളാണ്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. പ്രതിൻ സാജ് കൃഷ്ണ, SFIയുടെ നീക്കം ഇനി എന്താണ്? SFIക്കെതിരെ ഒരു ആരോപണം ഈ ലോ അക്കാദമിയെ കുറിച്ചുണ്ട്. ഈ സമരത്തിൽ അവസാനം എത്തിയത് SFI ആണെന്നുള്ളത്. SFI അത് അംഗീകരിക്കില്ല. അതിന് മുൻപേ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചതാണ് എന്ന് പറഞ്ഞ് SFI തടിയൂരും. പക്ഷേ ഇപ്പോഴും 2 തട്ടിലാണ് അവിടെ നിൽക്കുന്നത്. കാരണം ഒരേ പന്തലിലല്ല കിടക്കുന്നത്. ഒരു വിദ്യാർത്ഥി ഐക്യവും പിന്നെ SFIയും അങ്ങനെയാണ് അവിടെ സമരം ചെയ്യുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് SFIക്ക് അതിനൊപ്പം നിൽക്കേണ്ടി വരില്ലേ? നിലവിൽ ഈ വിഷയമെടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ SFI ഇടപെട്ടതാണ് എന്ന് തന്നെയാണ് SFIക്ക് ഇവിടെ പറയാനുള്ളതും. കാരണം ആ വിഷയം ആദ്യമായി അധികാരികളുടെ മുന്നിലേക്ക് ഉന്നയിച്ചുകൊണ്ട് ഒരു അവകാശ പത്രിക എന്നുള്ള നിലയ്ക്ക് അത് ഉന്നയിച്ചുകൊണ്ട് 8 മാസം മുമ്പ് ആ പത്രികയായി നൽകിക്കൊണ്ട് 6 മാസമായി നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭത്തിലാണ് SFI അവിടെ പോയിട്ടുള്ളത്. സമരപ്പന്തൽ കെട്ടി അത് സമരപ്പന്തലിനകത്തേക്ക് സമരം മാറ്റുന്ന ഒരു സാഹചര്യം 1.5 ദിവസം താമസിച്ചു എന്നുള്ളതാണ് SFIയുടെ മുന്നിൽ ആരോപണമായി വയ്ക്കുന്നത്. അതെടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും ഗൗരവമായി കാണേണ്ടത് ഈ സമരത്തെ ജനങ്ങളുടെ മുന്നിലേക്ക്, പൊതുജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കാട്ടുന്നതിനും ഏറ്റവും ശക്തമായ പ്രക്ഷോഭങ്ങൾ നയിക്കുന്നതിനും അത് ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്വാധീനവും ഉപയോഗപ്പെടുത്താതെ, ഭരണസ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്താതെ, കൊടിയുടെ നിറം എന്നുള്ളതൊരു വ്യത്യാസം വയ്ക്കാതെ കൃത്യമായി വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് എത്തിയിട്ടുള്ളത് SFI തന്നെയാണ്. ആ സമരത്തിന്റെ ഭാഗമായി തന്നെയാണ് അടിച്ചു തകർത്തതല്ല, അവിടെയാണ് സമൂഹത്തിന്റെ മുന്നിലേക്ക് വന്നത്. അല്ല, അത് അവിടെയാണ് തെറ്റ്. അടിച്ചു തകർത്തത് എന്നുള്ളതല്ല, അവിടുത്തെ ഒരു ക്യാമറ, ബാത്റൂമിലേക്ക് ഫേസ് ചെയ്തിരുന്ന ഒരു ക്യാമറ, ബാത്റൂമിന് മുന്നിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ക്യാമറയെ അവിടുന്ന് എടുത്തു മാറ്റുന്നതിൻ്റെ ഭാഗമായി SFI തയ്യാറായി രംഗത്തേക്ക് വന്നു. ക്യാമ്പസിനകത്തുണ്ടായിരുന്ന, ഹോസ്റ്റലിനകത്തുണ്ടായിരുന്ന ക്യാമറകൾ SFIയുടെ നേതൃത്വത്തിൽ എടുത്തു മാറ്റി. അതുപോലെ തന്നെ ആ ക്യാമ്പസിനകത്തേക്ക് ബാത്റൂമിലേക്ക് നോക്കിയിരുന്ന ക്യാമറ എടുത്തു മാറ്റി. ഈ ക്യാമറകൾ എടുത്തു മാറ്റുമ്പോഴാണ് അവിടുത്തെ മുതൽ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ അവിടുന്ന് നീക്കം ചെയ്യുകയും വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായി വിദ്യാർത്ഥിനികളടക്കം ഉണ്ടായിരുന്നവരാണ് ആ സമരത്തിൽ നിൽക്കുന്ന